അങ്ങനെ കഴിഞ്ഞ തവണ 10-ാം ഉദയത്തിന് മണക്കാട്ട് വരെ പോയപ്പോഴത്തേനും ഏറെക്കുറെ സമയം 12:30 ആയിരുന്നേ. അതുകൊണ്ട് തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ഇവിടുത്തെ 10-ാം ഉദയത്തിന്റെ പരിപാടി രാവിലെ പൊങ്കാല, ഉച്ചയ്ക്ക് കൊമ്പോടം, അങ്ങനെയൊക്കെയാണ്. കൊടും ചൂടാണെങ്കിലും ഒരുക്കത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ബിക്കോസ് പോകുമ്പം നമ്മൾ എന്തായാലും ഒരുങ്ങി പോകണമല്ലോ. അതുകൊണ്ട് തന്നെ ധാവണിയായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പോണോ വേണ്ടയോ എന്ന് കഴിഞ്ഞ തവണത്തപ്പോൾ തന്നെ ഇത്തവണയും സംശയമായിരുന്നു. പിന്നെ ഒറ്റ മൈൻഡിൽ അവൻ വിളിച്ചു, ഞാൻ എണീറ്റു, ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോയി. അങ്ങനെയായിരുന്നു പരിപാടി. ആൻറ്റി പൊങ്കാല ഇരുന്നുകൊണ്ട് തന്നെ അതൊക്കെ കാണാനും പറ്റി. അത്യാവശ്യം തിളയ്ക്കുന്ന സമയമായപ്പോഴത്തേനും ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി. അത്യാവശ്യം ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും ഓളമൊന്നും ഇത്തവണ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചൂടൊക്കെ കൊണ്ടായിരിക്കാം. എന്നാലും പരിപാടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നീണ്ട ഒരു ക്യൂ ആയിരുന്നു സദ്യയിലെത്തിലെ ചോറിനായിട്ട്. എങ്ങനെ തിക്ക് വരായിരിക്കും? അമ്മാതിരി ടേസ്റ്റ് അല്ലേ ചോറിനും ഓരോ കറികൾക്കും ഈ അമ്പലത്തിലെ. അപ്പം നമ്മുടെ മിയാനും അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്തേക്കണേ. ബൈ.